വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ അകത്ത് കണ്ടത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആയിരുന്നു. അപ്പം ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സമ്മറിയിലെ തേർഡ് പോയിന്റ് ആണ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. First law of thermodynamics is the general law of conservation of energy applied to any system in which energy transfer from or to the surroundings is taken into account. It states that delta Q is equal to delta U plus delta W. Delta Q is the heat supplied to the system and delta W is the work done by the system and delta U is the change in the internal energy of the system. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ ഡബ്ല്യുവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം പി ഡെൽറ്റ വി എന്നും നമുക്ക് എഴുതാൻ സാധിക്കും. സോ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് വി ഡെൽറ്റ വി നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തായിരുന്നു. ഇപ്പൊ 1 ഗ്രാം വെള്ളത്തിനെ വേപ്പർ ഫേസിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഹീറ്റ് അപ്ലൈ ചെയ്തു, വെള്ളത്തിനെ വേപ്പർ ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എത്രമാത്രം ഇന്റേണൽ എനർജി ചേഞ്ച് ആണ് അവിടെ ഉണ്ടാവുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പം പ്രൊവൈഡ് ചെയ്ത ഹീറ്റിന്റെ ഭൂരിഭാഗവും ഇന്റേണൽ എനർജി കൺവേർഷൻ ചേഞ്ച്, ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്തത്. എന്നിട്ട് ആ ബാക്കി ഭാഗമാണ് പിന്നെ വർക്ക് ചെയ്തത്. ബാക്കി വളരെ കുറച്ച് ഭാഗം മാത്രമാണ് വർക്ക് ചെയ്തത്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട ആ ഒരു കൺവേർഷൻ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ബാക്കി ഭാഗത്താണ് ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തത്, അത് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ, സോ അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് സെക്ഷനായ 12.6 ദാറ്റ് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന നെക്സ്റ്റ് സെക്ഷനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സ്പെസിഫിക് കൺസെപ്റ്റ് അല്ല, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ ഒന്നുകൂടെയും കൂടി ഇതിൻ്റെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യം കൂടിയാണ് ഇവിടെ നിന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ അകത്തേക്ക് ഒരു ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന ഹീറ്റ്, ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന് കൊടുക്കുകയാണ്. അപ്പൊ ആ സബ്സ്റ്റൻസിന്റെ ഫസ്റ്റ് ടെമ്പറേച്ചർ ടി ആണെന്ന് വിചാരിക്കുക. ഇത്രയും ഹീറ്റ് അതിന് കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ ഒരു ടെമ്പറേച്ചർ ഒരു ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ അതിന് കൂടി, അതായത് അതിന്റെ ടെമ്പറേച്ചർ ടി പ്ലസ് ഡെൽറ്റ ടിയിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ ഈ ടെമ്പറേച്ചർ കാരണം അത് ഇത്രമാത്രം ഹീറ്റ് കൊണ്ട് എത്രമാത്രം ടെമ്പറേച്ചർ റൈസ് ആണ് ആ സബ്സ്റ്റൻസിന് ഉണ്ടായെന്ന് കാണിക്കുന്ന ആ ക്വാണ്ടിറ്റിയാണ് ദറ്റ് ഈസ് ദ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഈക്വൽ ടു, അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എസ് വിച്ച് ഇസ് ഗിവൺ ബൈ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇവിടുത്തെ റൈസ് ഓഫ് ടെമ്പറേച്ചർ നോക്കുക. ആദ്യം ഫൈനൽ ടെമ്പറേച്ചർ എത്തി ടി പ്ലസ് ഡെൽറ്റ ടി ആണ് ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ടി. സോ അതിനുണ്ടായ ഇൻക്രിമെന്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് ഡെൽറ്റ ടി ആണ്. സോ എന്താണ് ഈ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ സബ്സ്റ്റൻസ് ഈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഇത്രയും ഇൻക്രിമെന്റ് ടെമ്പറേച്ചറിന് ഉണ്ടാക്കാൻ വേണ്ടി ഈ ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ്, ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന അത്രയും എമൗണ്ട് ഓഫ് ഹീറ്റ് അപ്ലൈ ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ ഒരു റൈസ് ഓഫ് ടെമ്പറേച്ചർ ഉണ്ടാക്കാൻ എത്രമാത്രം ഹീറ്റ് അപ്ലൈ ചെയ്യണം, ആ ഒരു കപ്പാസിറ്റി ഡിനോട്ട് ചെയ്യുന്നതാണ് എസ്. ദാറ്റ് ഇസ് ദ ഹീറ്റ് കപ്പാസിറ്റി എസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ എത്രമാത്രം ഹീറ്റ് ഒരു സബ്സ്റ്റൻസിലേക്ക് കൊടുക്കണം എന്നുള്ളതിനെ ഡെഫിനറ്റ് ആയിട്ടും ആ സബ്സ്റ്റൻസിന്റെ മാസിന് പ്രപ്പോർഷൻ ആയിരിക്കും. എത്ര മാസിന്റെ അത്രയധികം ടെമ്പറേച്ചർ പ്രപ്പോർഷൻ ആണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് വി നോ നമ്മുടെ റിലേഷൻ അനുസരിച്ച് ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. സോ ഹീറ്റ് കപ്പാസിറ്റിയും ഈ ഹീറ്റും തമ്മിലും ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, സോ ഡെൽറ്റ ക്യൂ ഇസ് പ്രപ്പോർഷൻ ടു മാസ് and delta Q is also proportional to the heat capacity of the substance. Delta Q is also proportional to the heat capacity which is given by S of the substance. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? എസും മാസിന് പ്രപ്പോർഷണൽ ആണ്. ഹീറ്റ് കപ്പാസിറ്റിയും സബ്സ്റ്റൻസിന്റെ മാസിന് പ്രപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് എസിനല്ലേ തന്നെ എന്താണ് എസ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിലും ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ ദ ടെമ്പറേച്ചർ. ഈ റിലേഷൻഷിപ്പിന് നമുക്കറിയാം അത് ടെമ്പറേച്ചറിനെ അല്ലെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും. ബട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം, അത് പല പല സബ്സ്റ്റൻസ് ആണെങ്കിലും അത് പല സബ്സ്റ്റൻസ് അല്ല, ഇപ്പൊ പല ടെമ്പറേച്ചറുകളിൽ ഡിഫറെന്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുത്താൽ സെയിം യൂണിറ്റ് റൈസ് ഓഫ് ടെമ്പറേച്ചർ കിട്ടുള്ളൂ. അതിപ്പം 20 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 25 ഡിഗ്രി സെൽഷ്യസ് വരെ ആകാൻ കൊടുക്കേണ്ട ഹീറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദാറ്റ് ഇസ് Q1 ഡിനോട്ട് ചെയ്യുവാണെങ്കിൽ
ഒരു പക്ഷേ 30 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 35 ഡിഗ്രി സെൽഷ്യസ് വരെ കൊടുക്കാൻ വേണ്ട ഹീറ്റ് Q2 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ Q1ഉം Q2ഉം സെയിം ആയിരിക്കില്ല, അത് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ദാറ്റ് വിൽ ബി ഡിഫറെന്റ്. അപ്പം അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള പ്രസന്റ് ടെമ്പറേച്ചർ എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമുക്കൊരു സബ്സ്റ്റൻസിനെ നമ്മളൊരു ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഡെഫിനിഷൻ ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്, അത് മാസിനെ ഡിപ്പെൻഡ് ആവാതെ നമുക്ക് ഒരു സബ്സ്റ്റൻസിന്റെ ഈ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന യൂണിറ്റ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇവിടെ നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റിയെ അതിന്റെ മാസുമായിട്ട് ഡിവൈഡ് ചെയ്യും. ഹീറ്റ് കപ്പാസിറ്റി ഇതിനെ ഈ സ്പെസിഫിക് കപ്പാസിറ്റി ഡിനോട്ട് ചെയ്യുന്ന സ്മോളസ്റ്റ് ആണ്. സോ നമ്മുടെ ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ മാസ്. അപ്പം ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇറസ്പെക്റ്റീവ് ഓഫ് മാസ് നമുക്ക് അതിന്റെ ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ മാസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഇൻ കിലോഗ്രാം. സോ നമുക്കറിയാം എസ് എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ്. സോ സ്മോളസ്റ്റ് ഈസ് 1/m into delta Q by delta T. So that is the specific heat capacity of the substance. ഈ specific heat capacity എന്ന് പറയുന്നത് എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും? ഏത് സബ്സ്റ്റൻസ് ആണ് ആൻഡ് അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളതിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിനെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാര്യം എന്താണ്? വി ആർ ഡിവൈഡിങ് വിത്ത് മാസ്. അതുകൊണ്ട് അത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു കോൺസ്റ്റന്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ സബ്സ്റ്റൻസ് ആയിട്ട് നമുക്ക് specific capacity പറയാൻ സാധിക്കും. So S depends on the nature of the substance. സബ്സ്റ്റൻസിന്റെ നേച്ചറിനെയും അതിന്റെ ഏത് സബ്സ്റ്റൻസ് ആണ് എന്നുള്ളതിനെയും അതിന്റെ ടെമ്പറേച്ചറിനെയും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ടെമ്പറേച്ചർ. ഇനി അതിന്റെ SI യൂണിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. SI യൂണിറ്റ്. സോ മേലെ ന്യൂമറേറ്ററിലുള്ളത് ഹീറ്റ് ആണ്. സോ ദാറ്റ് ഈസ് മെൻഷൻഡ് ആസ് ജൂൾ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് ഹീറ്റിന് കൊടുക്കുന്നത്. ആൻഡ് താഴെ ഡിനോമിനേറ്ററിലുള്ള മാസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഇൻ കിലോഗ്രാം. ആൻഡ് ഡെൽറ്റ ടി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിനിലാണ് കാണിക്കുന്നത്. സോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഇനി ഇപ്പൊ നമ്മൾ ഈ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മാസ് ഫോർ ഒരു യൂണിറ്റ് മാസിന് ഒരു യൂണിറ്റ് റൈസ് ഓഫ് ടെമ്പറേച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എത്രമാത്രം ഹീറ്റ് കൊടുക്കണം എന്നുള്ളതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഈ മാസിന് പകരം നമ്മൾ മോൾസിലാണ് പറയുന്നതെന്ന് വിചാരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് മാസ് നമ്മൾ മോൾസിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതാണ് ഈ മ്യൂ എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ് മോൾസിനെ റെപ്രസെന്റ്. അപ്പൊ മ്യൂവിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അപ്പം അതിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ ഓഫ് ദി സബ്സ്റ്റൻസ്. അതിനെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് മാസിന് പകരം അവിടെ മോൾസിലാണ് പറയുന്നത്. വെച്ചാൽ മോൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 mole of a substance എന്ന് പറയുന്നത് that will contain അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അത് അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഒരു മോൾ ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ മാസിന് പകരം നമ്മൾ മോൾസിലാണെങ്കിൽ വിൽ സേ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ ഇപ്പം ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് പെർ മാസിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, എന്നാൽ ഹീറ്റ് കപ്പാസിറ്റി പെർ മോളിലാണ് റെപ്രസെന്റ് ചെയ്യുമെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് ദ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് അതിനെ പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ക്യാപിറ്റൽ സി. സോ വിച്ച് ഈസ് ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ. മോളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മ്യൂ. So 1/mu into heat capacity is delta Q by delta T. Okay, so this is the molar specific heat capacity of the substance. ഇപ്പൊ ഇവിടെയും സിയും ഈ എസിനെ പോലെ തന്നെ എത്രമാത്രം എമൗണ്ട് പ്രസന്റ് ആണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കാര്യം അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നെ എത്രയ്ക്ക് വേണ്ടിയിട്ടാണ്? 1 മോളിന് വേണ്ടിയിട്ടാണ്. പെർ മോൾ 1 മോൾ ഓഫ് ദ സബ്സ്റ്റൻസ് വേണ്ടിയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അപ്പം സി ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഏത് സബ്സ്റ്റൻസ് ആണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ഏത് മെറ്റീരിയൽ ആണ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാറും. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ്. അതുപോലെ തന്നെ
ടെമ്പറേച്ചർ, ആ സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, ആൻഡ് കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഹീറ്റ് ഈസ് അപ്ലൈഡ്. ഓക്കെ, ആൻഡ് കണ്ടീഷൻസ് അണ്ടർ വിച്ച് ഹീറ്റ് ഈസ് അപ്ലൈഡ്. അതിവിടെ നമ്മൾ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കണ്ടീഷൻസ് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കാം. അതായത് നമ്മുടെ സബ്സ്റ്റൻസിന്റെ വോളിയം ചേഞ്ച് ചെയ്തിട്ടില്ലാത്ത കേസ്, അതായത് ഇറ്റ് ഇസ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞ കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ പ്രഷർ ചേഞ്ച് ചെയ്യാത്ത കേസ്, ദാറ്റ് ഇസ് അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ. ഇങ്ങനെ രണ്ട് തരത്തിലും ഹീറ്റ് സപ്ലൈ ചെയ്യാം. സോ ഏത് കണ്ടീഷനിലാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഇതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെ തന്നെ ന്യൂമറേറ്ററിലുള്ളത് Q, ഹീറ്റ് എന്ന് പറയുന്നത് ഇൻ ജൂൾസ്, ഡിനോമിനേറ്റർ ഉള്ളത് മോളും ടെമ്പറേച്ചറും. മോളിന്റെ യൂണിറ്റ് MOL എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്, ആൻഡ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, അപ്പം ഈ മോൾസ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നതും മാസ് ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മോൾസ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് ലൈക്ക് ഏത് സബ്സ്റ്റൻസിനാണോ അവോഗാഡ്രോ നമ്പർ 6.02 × 10⁻23 മോൾസ്, അത്രയും ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉള്ള ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസിനാണ് നമ്മൾ മോൾ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചും കൂടി ആ ഡെഫിനിഷൻ നമുക്ക് ഫോർ കമ്പയർ ചെയ്യേണ്ട കേസുകളിലും എല്ലാം കുറച്ചും കൂടി നല്ലതായിട്ട് എടുക്കാൻ പറ്റുന്നത് ഈ ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ കൊടുക്കുന്നത്, കുറച്ചും കൂടി ഇതിനെ സ്റ്റാൻഡർഡൈസ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഗ്യാസസിന്റെ പറയുമ്പോഴാണ് നമ്മൾ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ ഗ്യാസിന്റെ കാര്യത്തിലെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഈ അഡീഷണൽ കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നത്. ദറ്റ് ഈസ് ലൈക്ക് എന്താണ്, കോൺസ്റ്റന്റ് വോളിയത്തിലാണോ ഹീറ്റ് സപ്ലൈ നടക്കുന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ടുള്ള ഹീറ്റ് സപ്ലൈ ആണോ അവിടെ നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ഗ്യാസിന്റെ കേസിൽ പറയാം. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും സോളിഡ്സിന്റെ കേസസിൽ ഉണ്ടാവാറില്ല. ബിക്കോസ് നമുക്കറിയാം സോളിഡ്സില് ഈ വക അത് ഡിഫറൻസ്, ഇപ്പം വോളിയത്തിന്റെ ഒക്കെ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോളിയം ഡിഫറൻസ് എസ്പെഷ്യലി ലൈക്ക് അത് വളരെ ചെറുതാണ്. സോ സോളിഡ്സിന്റെ കേസിൽ നമുക്ക് അങ്ങനെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഗ്യാസസിന്റെ കേസിൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഈ രണ്ട് കേസുകൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അഡീഷണൽ കണ്ടീഷൻസ് ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോ ഇവിടെ ഒരു ടെമ്പറേച്ചർ ഉണ്ട്, അപ്പം ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. അപ്പൊ ഈ ടേബിളിന്റെ അകത്ത് കുറച്ച് സബ്സ്റ്റൻസിന്റെ റൂം ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ അതിന്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലും, അതാണ് ഇവിടുത്തെ ആ ഒരു കണ്ടീഷനിൽ റൂം ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നടക്കുന്ന കുറച്ച് സബ്സ്റ്റൻസുകളുടെ അലൂമിനിയം, കാർബൺ, കോപ്പർ, ലെഡ്, സിൽവർ, ടങ്സ്റ്റന്റെ എല്ലാം സ്പെസിഫിക് ഹീറ്റും മോളാർ സ്പെസിഫിക് ഹീറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വാല്യൂസ് എല്ലാം ഇവിടെ നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ അത് ഇതിന്റെ തിയറോട്ടിക്കലായിട്ട് കണ്ടുപിടിച്ച വാല്യൂസ് ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റിലെ ടേബിളാണ്. ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ യു കൻ കൺസിഡർ, ഇനിയിപ്പം സോൾഡിന്റെ, ഇപ്പം നമ്മൾ സോൾഡ് എടുക്കാൻ പോകും. യു കൻ ടേക്ക് എ സോൾഡ്. ഈ സോൾഡിന്റെ അകത്ത് n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതർവൈസ് NA നമ്പർ ഓഫ് ആറ്റംസ്, ഇതിനകത്ത് NA നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് NA എന്ന് പറയുന്നത് അവോഗാഡ്രോ നമ്പർ. ഓക്കെ, അത് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ദെൻ വി ആർ ടേക്കിംഗ് 1 മോൾ ഓഫ് ദ സോളിഡ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് 1 മോൾ ഓഫ് സോളിഡ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഒരു സോളിഡ് NA നമ്പർ ഓഫ് NA ആറ്റംസ് ഉണ്ട്. അപ്പം ഈ സോൾഡിലെ ആറ്റംസ് എല്ലാവരും എപ്പോഴും എന്താണ്, ഈ സോൾഡ്സിലെ അതിൻ്റെ അകത്തെ ആറ്റംസ് എല്ലാം ഇങ്ങനെ എപ്പോഴും അത് വൈബ്രേറ്റിംഗ് മോഷനിലായിരിക്കും. സോ അതൊരു കോൺസ്റ്റന്റ് വൈബ്രേഷൻ ആയിരിക്കും. വൈബ്രേഷൻ, ഇറ്റ് വിൽ ബി വൈബ്രേറ്റിംഗ് അബൌട്ട് സം മീൻ പൊസിഷനിൽ ഇങ്ങനെ അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ടെമ്പറേച്ചറോ അങ്ങനെ എന്തെങ്കിലും എക്സ്ട്രാ അതിനൊരു എക്സ്റ്റേണൽ എന്തെങ്കിലും ഫോഴ്സസോ മറ്റോ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീൻ പൊസിഷനിൽ അവർക്കൊരു ഷിഫ്റ്റ് വരും. ഓക്കെ, ആ മീൻ പൊസിഷനിൽ അവർക്ക് ഷിഫ്റ്റ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സോളിനപ്പം എപ്പോഴും ഇതെന്ന് പറഞ്ഞാൽ ഓസിലേഷൻസിലാണ് ആറ്റംസ്. അപ്പോഴത്തേക്കും നമുക്ക് ഈ സോൾട്ടിലെ ആറ്റംസിനെ എല്ലാം ഓസിലേറ്റേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈച്ച് ആറ്റംസ് കുഡ് ബി കൺസിഡേർഡ് ആസ് എ ഓസിലേറ്റർ. ഈ ഓരോ ആറ്റത്തിനെയും നമുക്ക് ഓസിലേറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ഹാർമോണിക് ഓസിലേഷൻ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറ്റും, ഓസിലേറ്റർ എന്നുള്ള ഒരു രീതിയിൽ കൊടുക്കാം. അതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഓസിലേറ്ററിന് ഇറ്റ് ഹാസ് ഗോട്ട് ബോത്ത് എന്താണ്, കൈനറ്റിക് എനർജിയും ഉണ്ട്. ഒരു ഓസിലേറ്ററി മോഷൻ്റെ അകത്ത് നമുക്കറിയാം അതിന് കൈനറ്റിക് എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പോൾ അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം, കൈനറ്റിക് എനർജിയും പറയണം, പൊട്ടൻഷ്യൽ എനർജിയും പറയണം.
അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഓസിലേറ്റർ എന്ന് പറയുന്ന ആരാണ്? ആറ്റംസിനെയാണ് നമ്മളുടെ ഓസിലേറ്റർ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം അവരുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ദ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ആറ്റംസ് അല്ലെ? അപ്പം ആ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആറ്റംസിന് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു പേരാണെന്ത്? ദാറ്റ് ഈസ് ദ ഇന്റേർണൽ എനർജി. ഇന്റേർണൽ എനർജി യു എന്ന് നമ്മളൊരു പേര് അതിന് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ സപ്പോസ് ഈ ഓസിലേഷൻ, ഈ ആറ്റത്തിന്റെ ഓസിലേഷൻ ഒരു 1 ഡയമെൻഷണൽ കേസ് മാത്രമായിട്ടാണ് എടുക്കുന്നത്, ഒരു ആക്സിസിലൂടെ മാത്രമുള്ള ഓസിലേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ അവിടുത്തെ ആ ഒരു യു എന്ന് പറയുന്നത് എന്തായിരിക്കും? യു വിൽ ബി, പിന്നെ ഇത് ആറ്റംസിന്റെ കേസിൽ ഇത് നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ചാപ്റ്ററിൽ വീണ്ടും നിങ്ങളത് കാണും. ആറ്റംസിന്റെ കേസിൽ കൈനറ്റിക് എനർജി ഓഫ് ആറ്റംസ് ഈസ് ഗിവൺ ബൈ ഹാഫ് കെ ടി എന്നാണ്, ഹാഫ് കെ ബി ടി. കെ ബി എന്ന് പറഞ്ഞാൽ ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്. അപ്പം കൈനറ്റിക് എനർജി ഓഫ് ആറ്റംസ് ഈസ് ഗിവൺ ബൈ ഹാഫ് കെ ബി ടി. അതുപോലെ തന്നെ അതിന്റെ പൊട്ടൻഷ്യൽ എനർജിയും ഹാഫ് കെ ബി ടി തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ കുറച്ചും കൂടി നെക്സ്റ്റ് ചാപ്റ്റർ കുറച്ചും കൂടി ഇത് പഠിക്കുമ്പോൾ ഒത്തിരി കൂടി ഇത് ക്ലിയർ ആയിക്കോളും. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ അറിഞ്ഞിരിക്കുക. അപ്പം 1 ഡയമെൻഷണൽ കേസിലാവുമ്പോൾ ആ ആറ്റം എന്ന് പറയുന്ന ഒരു ആക്സിസിൽ മാത്രം ഓസിലേറ്റീവ് ആണ്. അപ്പൊ ഇൻ ദാറ്റ് കേസ് and the total energy is the total internal energy which is the internal energy is given by kinetic energy plus potential energy. So ഇത് ചെയ്യുമ്പോൾ you will get kBT. So that is its energy. ഇനി നമ്മൾ ഇത് 1 dimension ആണ്. 3 dimensional oscillation ആയിട്ടാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇൻ ദാറ്റ് കേസ് എന്താണ്? ഓരോ ആറ്റത്തിനും ഈ 3 ഇൻഡിപെൻഡന്റ് ആക്സിസിലേക്കും അതിന് ഓസിലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവിടുത്തെ ആ ആവറേജ് എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടുത്തെ ആവറേജ് ഇന്റേണൽ എനർജി എന്ന് പറയുമ്പോൾ ഒരു ആക്സിസിലെ കെ ബി ടി ആണ്. അപ്പം ഒരു ആക്സിസിലെ മാത്രം, അപ്പൊ 3 ആക്സിസ് മീൻസ് 3 ഇൻറ്റു കെ ബി ടി. ദാറ്റ് മീൻസ് 3 കെ ബി ടി എന്നുള്ളതാണ് അവിടുത്തെ ഇന്റേണൽ എനർജി. ഓക്കെ, 3 കെ ബി ടി. ഓക്കെ, സോ നമുക്കറിയാം ഇത് ഒരാറ്റത്തിന്റെ കാര്യമാണ് ഇവിടെ എല്ലാം പറഞ്ഞത്. നമ്മൾ ഒരാറ്റത്തിന്റെ കേസാണ്. നമ്മുടെ സോളിഡിന് എത്ര ആറ്റം ഉണ്ട്? എന്നെ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും this is the average energy. Okay, this is the average internal energy of each atom. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി ആവറേജ് ഒന്നും ഇവിടെ എഴുതണമെന്നില്ല. ഇതെന്ന് പറയുന്നത് ഓരോ ആറ്റത്തിന്റെയും ഇന്റേണൽ എനർജിയാണ്, അല്ലെങ്കിൽ ആവറേജ് എനർജിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ആറ്റത്തിന്റെയും ആവറേജ് എനർജിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഈ സോൾഡിന് എന്നെ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്. ഒരു ആറ്റത്തിന്റെ നമ്മൾ 3 ഡയമെൻഷണൽ കേസ് എടുക്കാം, ബിക്കോസ് ഇറ്റ് ഈസ് വൈബ്രേറ്റിംഗ് ഇൻ എ സ്പേസ്. സോ ഒരു ആറ്റത്തിന്റെ ഇന്റേണൽ എനർജി അല്ലെങ്കിൽ ആവറേജ് എനർജി എന്ന് പറയുന്നത് 3 കെ ബി ടി. അപ്പം മൊത്തം ആ സോൾഡിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഇസ് ഫോർ 1 ആറ്റം. സോ ടോട്ടൽ എനർജി ഓഫ് ദ സോളിഡ് എന്ന് പറയുന്നത് വിൽ ബി ദിസ്, ഈ എനർജി ഓഫ് ഈച്ച് ആറ്റം അഥവാ നമ്മൾ പറയുന്ന ആവറേജ് എനർജി ഇൻറ്റു എന്താണ്, എത്ര നമ്പർ ഓഫ് ആറ്റംസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്? അവോഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്നാണ് കൺസിഡർ ചെയ്തത്. ദാറ്റ് ഈസ് എന്നെ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പൊ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരാറ്റത്തിന്റെ എനർജിയാണ് 3 കെ ബി ടി. അങ്ങനെ എന്നെ നമ്പർ ഓഫ് ആറ്റംസ് നമ്മുടെ കയ്യിലുണ്ട്, സോ ആ സോളിലുണ്ട്. സോ ദിസ് ഇസ് 3NaKBT എന്ന് എനിക്ക് എഴുതാം. ഇനി ഇത് നമുക്ക് പഠിക്കാനുണ്ടാവും. നെക്സ്റ്റ് ചാപ്റ്ററും കൂടെ കഴിയുമ്പോൾ ക്ലിയർ ആണ്. ദിസ് Na ഇൻറ്റു KB, ഈ ക്വാണ്ടിറ്റിയെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻറ്റു ബോൾസ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, വിച്ച് ഇസ് റെപ്രസെന്റഡ് ബൈ R. അപ്പം ഇതിനെ നമുക്ക് R എന്ന് കൊടുക്കാം. സോ ദിസ് ഇസ് 3RT. അപ്പൊ ടോട്ടൽ എനർജി ഓഫ് ദ solid, that is total energy of, നമ്മളിവിടെ എടുത്തിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം, 1 mole of solid is given by 3RT. Okay, 1 mole of solid. Next you see, നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്നായിരുന്നു. അപ്പം ഈ വർക്കിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഇങ്ങനെ എഴുതാം, പി ഡെൽറ്റ വി എന്ന് എഴുതാം. സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് എഴുതാൻ സാധിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു നമ്മളിവിടെ എടുത്തിരിക്കുന്ന എന്താണ്? നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് 1 mole ഓഫ് സോളിഡ് ആണ്. നമുക്കറിയാം ഫോർ സോളിഡ്സ് അവരുടെ നമ്മുടെ എന്തെങ്കിലും ഹീറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതിന്റെ വോളിയത്തിന്റെ ചേഞ്ച്, ഇനീഷ്യൽ വോളിയമും ഫൈനൽ വോളിയവും തമ്മിലുള്ള ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും, വളരെ നെഗ്ലിജിബിൾ ആയിരിക്കും. ദിസ് ഡെൽറ്റ വി വിൽ ബി വെരി, ദാറ്റ് മീൻസ് വെരി സ്മോൾ ആയിരിക്കും.
അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. നമുക്ക് അതിനെ നെഗ്ലക്ട് ചെയ്ത് ഈ ഡെൽറ്റ ക്യൂ ഏകദേശം ഡെൽറ്റ യു ആയിട്ട് എഴുതാൻ സാധിക്കും. കാര്യം ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം വോളിയം ചേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും അപ്രീഷ്യബിൾ ആയിട്ട് വരുന്നത് ഗ്യാസസിന് മാത്രമാണ്. സോളിഡ്സിന് ഒന്നും വോളിയം ചേഞ്ച് അധികം കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഡെൽറ്റ ക്യൂ ഇൻ ദാറ്റ് കേസ് ഫോർ ദ സോളിഡ് ഡെൽറ്റ ക്യൂ അപ്രോക്സിമേറ്റ്ലി ഡെൽറ്റ യുവിനോട് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്ത് എന്താണ് 1 മോൾ ഓഫ് സോളിഡാണ് ഇവിടെ ഫുൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്. അതിന്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇസ് ഡിഫൈൻഡ് ബൈ 1/μ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഇവിടുത്തെ മ്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടി ഡെൽറ്റ യു ആണെന്ന് കിട്ടി. സോ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. സോ യു സി u which is the total energy of the solid. Okay, u എന്ന് പറയുന്നത് ആ സോളിഡിന്റെ ഉള്ള ഇന്റേണൽ എനർജിയാണ് u അല്ലെ. അപ്പോൾ ഇന്റേണൽ എനർജി ഓഫ് ദ സോളിഡ് ഈസ് ഡിഫൈൻഡ് ബൈ u എന്ന് പറയുന്നതിന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 3RT ആണ്. ഫോർ 1 മോൾ ഓഫ് സോളിഡ് ഇറ്റ് ഈസ് 3RT. അപ്പം ഒരു ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വരുമ്പോൾ ഫോർ സം ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ യുവും ചേഞ്ച് ആവും അല്ലെ. ഇപ്പൊ ഇഫ് യു ഹാവ് എ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ നമുക്ക് യുവും ചേഞ്ച് ആവും. ഇപ്പം 3R ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പം ഇപ്പൊ ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഇന്റേണൽ എനർജിക്കും ചേഞ്ച് ഉണ്ടാവും. സോ ഡെൽറ്റ യു വിൽ ബി ഈക്വൽ ടു 3R ഡെൽറ്റ ടി, റൈറ്റ്. സോ ഈ ഡെൽറ്റ യുക്ക് പകരം നമുക്ക് 3R ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൊടുക്കാം. താഴെ ഒരു ഡെൽറ്റ ടി ഉണ്ട്. സോ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 3R. ഡെൽറ്റ ടിയും ഈ ഡെൽറ്റ ടിയും കൂടി ക്യാൻസൽ ആയിരിക്കും. സോ ദാറ്റ് ഇസ് 3R. അപ്പൊ എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് 1 മോൾ ഓഫ് സോളിഡ് ഈസ് ഗിവൺ ബൈ 3R. അപ്പം അങ്ങനെയാണ് ഈ ഒരു ടേബിളിൽ നമ്മൾ നേരത്തെ കണ്ട ടേബിളിലാണ് അലുമിനിയം, കാർബൺ, കോപ്പർ അതിന്റെ എല്ലാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് ഈ ടേബിളിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് യു ക്യാൻ സീ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്, റൈറ്റ്. എല്ലാത്തിനും അത് കോൺസ്റ്റന്റ് ആയിട്ട് വരികയാണ്. ബിക്കോസ് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഈ ടേബിൾ നോക്കുക, എക്സെപ്റ്റ് അതിന് കാർബൺ മാത്രമാണ് ഒരു എക്സെപ്ഷൻ. കാർബൺ 6.1 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ബാക്കിയെല്ലാം 24, 26, 25 ആ റേഞ്ചിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ബിക്കോസ് നമ്മൾ ഈ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ ആണ് 3R. അത് ഏകദേശം ഇതിനെല്ലാം വരുന്നുണ്ട് എക്സെപ്റ്റ് ഫോർ കാർബൺ. പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ ഇത് അങ്ങനെ വരത്തില്ല. ഇത് കുറച്ച് മാറാൻ തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിലും നോർമൽ ടെമ്പറേച്ചറിലും മാത്രമാണ് ഈ പ്രെഡിക്റ്റഡ് വാല്യൂയും എക്സ്പെരിമെന്റൽ മെഷേർഡ് വാല്യൂസും സെയിം ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ സ്പെസിഫിക് കപ്പാസിറ്റി. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത്. അപ്പൊ ഇത് വേറൊരു രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഹീറ്റിന്റെ പഴയ യൂണിറ്റ് ആണ് ഓൾഡർ യൂണിറ്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നതാണ് ആക്ച്വലി കലോറി. ഓക്കെ, അപ്പൊ നമുക്കറിയാം പണ്ട് ഹീറ്റ് ഒരു ഇൻവിസിബിൾ ഫ്ലൂയിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. കാലറിക് എന്ന് പറഞ്ഞിട്ടൊരു ഇൻവിസിബിൾ ഫ്ലൂയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് കൊടുത്ത ഹീറ്റിന്റെ യൂണിറ്റ് ആണ് കലോറി എന്ന് പറയുന്നത്. അപ്പം 1 കലോറി മീൻസ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിരുന്ന amount of heat required to raise the temperature of 1 gram of water by 1 degree Celsius. അതായത് 1 gram വെള്ളത്തിന് 1 degree Celsius ടെമ്പറേച്ചർ റൈസ് വരുത്താൻ എത്രമാത്രം ഹീറ്റ് വേണം, ആ ഹീറ്റിനെയാണ് 1 കാലറിന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത്. 1 കാലറിന്ന് അതിനെയായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്. പക്ഷെ കുറച്ചും കൂടി എല്ലാം ഒരുപാട് മെഷർമെന്റ്സിലൂടെ പിന്നീട് മനസ്സിലായത് ഈ വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്, നമ്മളിവിടെ വെള്ളമാണ് യൂസ് ചെയ്തത്, വെള്ളത്തിന്റെ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് കാലറി ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് അനുസൃതമായിട്ട് മാറും. ഓക്കെ, യു ക്യാൻ സീ ദിസ് ഗ്രാഫ്. ഇവിടെ ഇപ്പം 0 to 100 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറിലെ വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കൊടുത്തിരിക്കുകയാണ്. നോക്കുക, ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഈ 20 മുതൽ ഈ 40 വരെയുള്ള ഈ ഒരു ടെമ്പറേച്ചർ ഇന്റർവൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്പെസിഫിക് ഹീറ്റിന്റെ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്.
വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അപ്പൊ അവിടെ കൊടുക്കേണ്ട ഹീറ്റ് വേറെയാണ്. ഇനി നോക്കുക, ഈ 60 to 80 എടുക്കുകയാണെങ്കിൽ അവിടെ കിട്ടുന്ന ആ സ്പെസിഫിക് ഹീറ്റിന്റെ റേഞ്ച് ഉണ്ട്, ഇതാണ്. സോ ഡെഫിനറ്റ്ലി അവിടെ കൊടുക്കേണ്ട ഹീറ്റ് വ്യത്യാസമായിരിക്കും. അപ്പം ഏത് ടെമ്പറേച്ചർ ഇന്റർവൽ അനുസരിച്ച് എത്രമാത്രം ഹീറ്റ് കൊടുക്കണം, ഒരു സ്പെസിഫിക് റൈസിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് കൊടുക്കണം എന്നുള്ളത് വെള്ളത്തിന് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നമുക്ക് പ്രിസൈസ് ആയിട്ട് പറയാൻ വേണ്ടി എപ്പോഴും ആ ടെമ്പറേച്ചറിന്റെ ഇന്റർവെല്ലും കൂടെ അവിടെ സ്പെസിഫൈ ചെയ്യണം. അപ്പം പിന്നീടുള്ള കാര്യത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, പണ്ടത്തെ കാലത്ത് ഹീറ്റ് എന്ന് പറയുന്ന ഒരു ഇൻവിസിബിൾ ഫ്ലൂയിഡ് ആയിട്ടൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്കറിയാം ഹീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് എന്ന് പറയുന്ന ഒരു എനർജി ഫോം ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എനർജീസിനെല്ലാം ഉള്ള SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എനർജിക്കുള്ള SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ ജൂൾ. എനർജിയുടെ ജൂൾ എന്ന് പറയുന്ന SI യൂണിറ്റ് ആണ്. അപ്പം ഈ ജൂളും കാലറിയും തമ്മിലുള്ള ഒരു ജൂളും 1 ജൂൾ ഈസ് ഹൗ മച്ച് കാലറി എന്നുള്ളതിനെ, അല്ലെങ്കിൽ 1 കാലറി മീൻസ് ഹൗ മച്ച് ജൂൾ എന്നുള്ളതിന് ആ ഒരു ക്വസ്റ്റ്യന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കണം. പക്ഷെ നോക്കുക, ഈ വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് അനുസൃതമായിട്ട് മാറുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു യൂണിറ്റ് റൈസ് ഓഫ് ടെമ്പറേച്ചറിന്, 1 ഗ്രാം വെള്ളത്തിന് 1 യൂണിറ്റ് റൈസ് ഓഫ് ടെമ്പറേച്ചറിന് എത്ര ഹീറ്റ് വേണം എന്നുള്ളതിനുപരിയായിട്ട് അതുകൊണ്ട് തന്നെ കാലറിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അത് ഈ ഒരു ജൂളും കാലറിയും തമ്മിലുള്ള ബന്ധം, ഒരു റിലേഷൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാലറിയെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കാലറി ഈസ് ഡിഫൈൻഡ് ആസ് അത് 1 ഗ്രാം ഫ്രം 1 ഗ്രാം വെള്ളത്തിന് 1 ഡിഗ്രി സെൽഷ്യസിന് ഉപരിയായിട്ട് ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ട് കാലറി ഈസ് ഡിഫൈൻഡ് ടു ബി ദ എമൗണ്ട് ഓഫ് ഹീറ്റ് required to raise the temperature of 1 gram of water from 14.5 degrees Celsius to 15.5 degrees Celsius. Because ഈ സ്പെസിഫിക് ഹീറ്റ് അല്ല, എത്രമാത്രം ഹീറ്റ് വേണം ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇന്റർവെല്ലിൽ, എത്രമാത്രം ഹീറ്റ് 1 ഡിഗ്രി സെൽഷ്യസിൽ ഓരോ ടെമ്പറേച്ചർ ഇന്റർവൽ എടുക്കുമ്പോൾ, ഇപ്പം നമ്മളിപ്പം 20 to 21 ഡിഗ്രി സെൽഷ്യസ് എടുക്കുമ്പോഴും 30 to 31 ഡിഗ്രി സെൽഷ്യസ് എടുത്താലും ഒക്കെ ആ എമൗണ്ട് ഓഫ് ഹീറ്റ്, ആ ഡെൽറ്റ ക്യൂ എത്രമാത്രം വേണം എന്നുള്ളത് ഡിഫറെന്റ് ആണ് ഈ കേസുകളിലെല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് കാലറിയും നമുക്കെല്ലാം യൂണിറ്റ് സ്പെസിഫൈ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയണം. പക്ഷെ അതുകൊണ്ട് തന്നെ ആ കാലറിയെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് കാലറി സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് വേണം 1 ഗ്രാം വെള്ളത്തിന്, അത് 1 ഗ്രാം വെള്ളത്തിന് 14.5 ഡിഗ്രി സെൽഷ്യസ് ഉള്ള, അത് 1 ഗ്രാം വെള്ളം, അത് 14.5 ഡിഗ്രി സെൽഷ്യസ് ഉള്ള 1 ഗ്രാം വെള്ളത്തിന് 15.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് ടെമ്പറേച്ചർ കൂട്ടണമെങ്കിൽ എത്രമാത്രം ഹീറ്റ് വേണം, അതിനെയാണ് 1 കാലറി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ആ ഒരു കാലറി അതിന് വേണ്ടിയിട്ടുള്ള എത്രയാണോ, അതായത് ഈ ഒരു 14.5 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 15.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് 1 ഗ്രാം വെള്ളത്തിന് മാറാൻ വേണ്ടുന്ന എത്ര ഹീറ്റ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. അതിന് എത്ര ഹീറ്റ് വേണം അതിനെയാണ് 1 കാലറി എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ കാലറി അതിനെയാണ് ജൂളിലേക്ക് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ 1 കാലറി ഇവിടെ ഇപ്പം വെച്ചിരിക്കുന്ന ഈ കാലറി എന്ന് പറയുന്നത്, ദാറ്റ് പർട്ടിക്കുലർ കാലറി വിൽ ബി 4186 ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അഥവാ ഗ്രാംസിലാണെങ്കിൽ 4.186 ജൂൾസ് പെർ ഗ്രാം കെൽവിൻ. ഇങ്ങനെയാണ് ആ ഒരു റിലേഷൻഷിപ്പ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എത്രമാത്രം, അത് 1 കാലറി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, അതായത് ഈ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ 14.5 ഡിഗ്രി സെൽഷ്യസിന് 15.5 ഡിഗ്രി സെൽഷ്യസിൽ വരാൻ എത്രമാത്രം ഹീറ്റ് വേണം, അതാണ് 1 കാലറി. ആ 1 കാലറി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രമാത്രം എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് 4.186 ജൂൾസ്. അപ്പൊ ഈ ഒരു കൺവേർഷൻ ഫാക്ടർ, അതായത് കാലറി എനർജി എന്നുള്ള കാലറിയും ജൂളും തമ്മിലുള്ള കൺവേർഷൻ ഫാക്ടർ ഈ ഒരു തരത്തിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിനൊരു 15 കാലറി 15 കലോറി ഹീറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ജൂൾ ബേസിക്കലി. ഓക്കെ, അപ്പോ അതാണ് ഈ ഒരു സെക്ഷൻ. ഇനി നോക്കുക, നമുക്ക് നെക്സ്റ്റ് എന്താണ്,
ബിക്കോസ് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എനർജി എല്ലാ എനർജീസിനെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ജൂൾസിൽ തന്നെയാണ്. എല്ലാ എനർജീസിനെയും ഡിഫൈൻ ചെയ്യുന്നത് ജൂൾസിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹീറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലറി എന്ന് പറഞ്ഞൊരു ഇൻവിസിബിൾ ഫ്ലൂയിഡ് ആയിരുന്ന സമയത്ത് അതിനെ കാലറി എന്ന് വെച്ച് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. ഇപ്പം എല്ലാ എനർജിയും ജൂൾസിലായതുകൊണ്ട് തന്നെ ഹീറ്റിനെ ജൂൾസിൽ റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൺവേർഷൻ അവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കൺവേർഷൻ എടുത്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് നോക്കുക, നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിലാണ്, അത് ഏത് പ്രോസസ്സിലാണ് ഹീറ്റ് ട്രാൻസ്ഫറൻസ് അവിടെ നടക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമ്മൾ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഗ്യാസസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് സ്പെസിഫിക് ഹീറ്റ്സിനെ കുറിച്ച് അവിടെ ചിന്തിക്കാൻ പറ്റും. ദാറ്റ് ഇസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അത് ഗ്യാസിന്റെ വോളിയം കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് ആ ഉള്ള സമയത്ത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇങ്ങനെയും പറയാം. ആൻഡ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇങ്ങനെ രണ്ട് പ്രോസസ്സിലെ ഹീറ്റ് ട്രാൻസ്ഫറൻസിനെ കുറിച്ച് നമുക്ക് ഹീറ്റ് കപ്പാസിറ്റിയെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ സാധിക്കും. രണ്ട് കണ്ടീഷൻസിൽ, ഒന്ന് കോൺസ്റ്റന്റ് വോളിയം, മറ്റേത് കോൺസ്റ്റന്റ് പ്രഷർ. ഈ രണ്ട് തരത്തിലും വെവ്വേറെ സ്പെസിഫിക് ഹീറ്റ് ആണ്. അപ്പൊ ആ രണ്ട് തരത്തിലും നമുക്ക് പറയേണ്ടി വരും. അപ്പം ഒരു ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് ദർ ഇസ് എ റിലേഷൻഷിപ്പ്. ഫോർ എൻ ഐഡിയൽ ഗ്യാസ് നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് Cp മൈനസ് Cv ഇസ് ഈക്വൽ ടു R എന്ന് പറഞ്ഞിട്ടൊരു റിലേഷൻ ഉണ്ട് ഐഡിയൽ ഗ്യാസിന്. ഇവിടുത്തെ Cp എന്ന് പറയുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത് ഐഡിയൽ ഗ്യാസിന്റെ ആണ് കേട്ടോ. ഓഫ് ഐഡിയൽ ഗ്യാസ് at constant pressure. At constant pressure. Cp എന്ന് പറയുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അടുത്ത C സബ്സ്ക്രിപ്റ്റ് B എന്ന് പറയുന്നത് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയം ആയിട്ടിരിക്കും, ഗ്യാസിന്റെ വോളിയം കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ അവിടെ നടത്തുന്ന ഹീറ്റ് ട്രാൻസ്ഫറൻസ് വഴി ഉണ്ടാവുന്ന, അപ്പൊ നമ്മൾ മെൻഷൻ ചെയ്യുന്ന മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് Cv എന്ന് പറയുന്നത്. ആൻഡ് R എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. R എന്ന് പറയുന്നത് നമ്മളുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പൊ ഇതിന്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഐഡിയൽ ഗ്യാസിന്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ മൈനസ് അതിന്റെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് നൽകുന്നുള്ളതാണ്. അപ്പൊ ഈ റിലേഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ you will start with the first law of thermodynamics. So first law of thermodynamics, you know, that is equal to delta U plus delta W. അപ്പം വർക്കിന് ഇൻ ടേംസ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഇങ്ങനെ എഴുതാമെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടായിരുന്നു. P ഡെൽറ്റ V എന്ന് നമുക്ക് എഴുതാം. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്ന 1 mole of gas ആണ്. We are saying now we are taking 1 mole of gas. 1 mole of gas means mu എന്ന് പറയുന്നത് ഇവിടെ 1 ആയി. mu is 1. അപ്പം ഏതെങ്കിലും ഒരു ഗ്യാസ് നമ്മൾ ഒരു ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലാണ്. ഓക്കെ, അത് കോൺസ്റ്റന്റ് വോളിയത്തിൽ അത് വോളിയം ചേഞ്ച് ആവാതിരിക്കുമ്പോൾ ഒരു മോൾ ഓഫ് ഗ്യാസ് സപ്പോസ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഗ്യാസ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നാണ്. പക്ഷെ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആവുക മീൻസ് അവിടെ വോളിയത്തിന് ചേഞ്ചുകളൊന്നും സംഭവിക്കത്തില്ല. കോൺസ്റ്റന്റ് വോളിയം മീൻസ് ചേഞ്ച് ഇൻ വോളിയം അവിടെ സംഭവിക്കത്തില്ല ഗ്യാസിന്. ദാറ്റ് മീൻസ് ഡെൽറ്റ വി 0. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഡെൽറ്റ ക്യൂവിനെ ഇങ്ങനെ എഴുതാം, ഡെൽറ്റ യു ആണ്. അപ്പം അത് എത്രമാത്രം ഹീറ്റ് ആണോ അതിന് അബ്സോർബ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ്ലി ഇന്റേണൽ എനർജി ചേഞ്ചിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. നൗ വി ആർ ടേക്കിംഗ് ഇൻ കോൺസ്റ്റന്റ് വോളിയം ആണ് നമ്മുടെ പ്രോസസ്സ്. സോ സി സബ്സ്ക്രിപ്റ്റ് ബി ഇട്ട് കൊടുക്കുക. സോ ദാറ്റ് മീൻസ് എ കോൺസ്റ്റന്റ് വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by mu. നമുക്കറിയാം സിയുടെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ സി ഇസ് ഈക്വൽ ടു 1 by mu ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്നുള്ളതാണ്. ഇവിടെ 1 mole ഓഫ് ദ സബ്സ്റ്റൻസ് ആണ്. സോ mu is 1 by 1 and delta Q by delta T. The process is at constant volume. So ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് അതിന്റെ താഴെ ഒരു ക്യാപിറ്റൽ V കൊടുക്കണം. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് V കൊടുക്കുകയാണെങ്കിൽ അതിനർത്ഥം the process is taking place at constant volume. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നതെല്ലാം ആ പ്രോസസ്സിൽ കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ആണ്. സോ ദിസ് ഇസ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സോ നമുക്ക് സി വി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന എന്താണ്? വി ആർ ടേക്കിംഗ്
ഇത് നമ്മൾ ഐഡിയൽ ഗ്യാസ് നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഇസ് Cp - Cv = R എന്നുള്ള റിലേഷൻഷിപ്പാണ് ഡിറൈവ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഫോർ ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിന് മാത്രമാണ് ഈ റിലേഷൻഷിപ്പ് ഉള്ളത്. അപ്പം ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് അത് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഐഡിയൽ ഗ്യാസിനെ സംബന്ധിച്ച് അതിന്റെ യു എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഇന്റേർണൽ എനർജിയാണ്. ആ ഇന്റേർണൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടി അല്ലോ. യു എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഇന്റേണൽ എനർജി. ടെമ്പറേച്ചർ മാറുവാണെങ്കിൽ മാത്രമേ ഇന്റേണൽ എനർജി ചേഞ്ച് ഐഡിയൽ ഗ്യാസിന് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വോളിയം കോൺസ്റ്റന്റ് ആയാലോ പ്രഷർ കോൺസ്റ്റന്റ് ആയാലോ ഒന്നും അതിന് ബാധകമല്ല. അത് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എഴുതുമ്പോൾ നമുക്ക് ഈ സബ്സ്ക്രിപ്റ്റ് അവിടെ വേണ്ടാന്ന് വെക്കാം. ദാറ്റ് മീൻസ് Cv = ΔU/ΔT എന്ന് എഴുതാം. ഇവിടെ ഈ കോൺസ്റ്റന്റ് വോളിയം എന്നുള്ള ആ ഒരു ഇത് കാണിക്കേണ്ട കാര്യമില്ല. കാര്യം കാണിച്ചാലും കുഴപ്പമില്ല, കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കാണിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റി ആണ് അവിടെ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഐഡിയൽ ഗ്യാസ് ടെമ്പറേച്ചറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ ക്വാണ്ടിറ്റി അവിടെ കാണിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളിത് ഇങ്ങനെ എഴുതി. ഇനി നെക്സ്റ്റ്, ഇപ്പം കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഒരു ΔQ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു കോൺസ്റ്റന്റ് പ്രഷറിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ പ്രഷറാണ് കോൺസ്റ്റന്റ്. ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ΔQ = ΔU + P ΔV. ആൻഡ് നമ്മുടെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ആണ് 1/μ × ΔQ/ΔT. So it is taking place at constant pressure. So C subscript P ഇട്ട് കൊടുക്കുക. That means which is equal to ΔU. C is equal to 1/μ. Mu is 1 × ΔQ/ΔT. And this process is taking place at a constant pressure. So subscript P ഇട്ട് കൊടുക്കാം. And ΔQ ക്ക് പകരം നമുക്ക് എന്ത് ചെയ്താം? ΔU + P ΔV എന്ന് കൊടുക്കാം. So ΔU + P ΔV/ΔT at constant pressure. നമുക്ക് മാത്സ് അനുസരിച്ച് ഇതിനെ ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എഴുതാമല്ലോ. So ΔU/ΔT at constant pressure plus P ΔV/ΔT at constant pressure. ഈ സബ്സ്ക്രിപ്റ്റ് കൊടുക്കുന്ന വെച്ചാൽ ആ പ്രോസസ്സിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർ ആൻ ഇന്റേണൽ ഐഡിയൽ ഗ്യാസ് യു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ അല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ടി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആവുന്ന ആ സബ്സ്ക്രിപ്റ്റിനെ മാറ്റാം. സോ ദിസ് കുഡ് ബി റിട്ടൺ ആസ് ΔU/ΔT plus P into ΔV/ΔT at constant pressure. ഓക്കെ, നമ്മളിപ്പോ ലാസ്റ്റ് സ്ക്രീനിൽ ഇവിടെ കണ്ടാണ് Cv = ΔU/ΔT. അതാണ് നമ്മൾ കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്സിലെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നതും ΔU/ΔT തന്നെയാണ്. അപ്പം ഈ ഇതിന് പകരം നമുക്ക് Cv എന്ന് കൊടുക്കാമല്ലോ. സോ Cp = Cv + P into ΔV/ΔT at constant pressure എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി നോക്കുക, നമ്മളുടെ ഈ ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ തന്നെ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇസ് ഒബേയിങ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. PV = μRT എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ആണ്, ദിസ് ഇസ് ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. സോ ഐഡിയൽ ഗ്യാസ് ഒബേയ്സ് ദിസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് μ എന്ന് പറയുന്നത് 1 mole ആണ് എടുത്തിരിക്കുന്നത്. സോ 1 × RT which is RT. ആൻഡ് നമ്മുടെ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് പ്രഷറിലാണ്. ഓക്കെ, പ്രോസസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സോ ഇപ്പൊ ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ അപ്പം ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേംസ് ആരൊക്കെയാണ്? ഇവിടെ നമ്മുടെ പ്രോസസ്സ് കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നത്. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന Pയും Rഉം, ഇത് രണ്ടും ഇന്നത്തെ കോൺസ്റ്റന്റ്സ് ആണ്. അപ്പം ഒരു പ്രോസസ്സിൽ ഇപ്പം ഈ ΔQ എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ഈ ഗ്യാസിന് കിട്ടുമ്പോൾ അവിടെ ചേഞ്ചിങ് ആവുന്ന ചേഞ്ചിങ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ആ ΔQ എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മുടെ ഗ്യാസ് അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വോളിയവും അതുപോലെ തന്നെ ടെമ്പറേച്ചറുമാണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, PV = നമ്മുടെ ഇക്വേഷൻ PV = RT ആണ്. അവിടെ Pയും Rഉം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ വേരിയേഷൻ വരുന്ന വോളിയത്തിലും ടെമ്പറേച്ചറിലുമാണ്. അപ്പം ഇപ്പൊ ഫസ്റ്റ് ഉള്ള അതിന്റെ വോളിയം V1ഉം അതിന്റെ പ്രോസസ് അവസാനിച്ചപ്പോൾ ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തപ്പോൾ ഉള്ള അതിന്റെ വോളിയം V2 ആണെന്ന് വിചാരിക്കാം.
അത് ഇനീഷ്യലി വോളിയം V1 പ്രോസസ്സ് ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നപ്പോൾ അതിന്റെ വോളിയം കൂടി V2 ആയെന്ന് വിചാരിക്കും. സോ V2 മൈനസ് V1 എന്ന് പറയുന്നതാണ് നമ്മുടെ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ V. അതുപോലെ തന്നെ ഈ ഇക്വേഷൻ്റെ അകത്ത് പിന്നെ മാറുന്നത് അതിന്റെ ടെമ്പറേച്ചർ ആണ്. ഇത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് അത് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫൈനൽ ടെമ്പറേച്ചർ ഇനീഷ്യൽ ടെമ്പറേച്ചറിൽ നിന്ന് വ്യത്യാസമാവും. അപ്പൊ അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ T ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അത് രണ്ടും ഇവിടെ സ്പെസിഫൈ ചെയ്യാം. സോ P ഇൻറ്റു ഡെൽറ്റ V ഇസ് ഈക്വൽ ടു R ഇൻറ്റു ഡെൽറ്റ T എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പം ഈ ഡെൽറ്റ T ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം P ഡെൽറ്റ V ബൈ ഡെൽറ്റ T ഇസ് ഈക്വൽ ടു R. സോ ഇവിടെയും നമുക്കറിയാം ദിസ് പ്രോസസ് ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സോ ഇതിനെ നമുക്ക് അത് ആ കോൺസ്റ്റന്റ് പ്രഷർ ആണെന്ന് കാണിക്കാൻ ഇങ്ങനെ സബ്സ്ക്രിപ്റ്റ് ഇടാം. ഓക്കെ, സോ ഈ ചേഞ്ച് ദിസ് ഇസ് ഡെൽറ്റ V at constant pressure and delta T is also taking place at constant pressure. അതുകൊണ്ട് നമുക്ക് ഈ സബ്സ്ക്രിപ്റ്റ് P ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഒന്നുകൂടെ കൂടെ നോക്കിക്കേ. Cp is equal to Cv plus P into delta V by delta T at constant pressure എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, ദാറ്റ് ഇസ് R. സോ ഇക്വേഷൻ്റെ അകത്തേക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, Cp is equal to Cv plus R. ഓക്കെ, അപ്പൊ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നതാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നത്. അതിന്റെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് പ്ലസ് മോളാർ സ്പെസിഫിക് heat capacity at constant volume. Okay, അപ്പോൾ that's it. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സോ താങ്ക് യു.